വെള്ളം എടുത്തോണ്ട് വാ, മുഖത്ത് തെളിച്ച് നോക്കാം. അച്ഛാ എനിക്ക് പേടിയാവുന്ന അച്ഛാ. മോള് പേടിക്കണ്ട, നമുക്ക് പാറുകുട്ടീനെ ചോദിക്കാം എന്ത് പറ്റിയെന്ന്. പാറു പാറു എണീക്ക് പാറു. വെള്ളം. ഈശ്വര ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നീ ചുമ്മാ ബഹളം വെക്കാതെ സുലു. പാറു മോളെ എണീക്ക് മോളെ. അയ്യോ പ്രേതം, അയ്യോ പ്രേതം, അമ്മേ അച്ഛാ. അയ്യോ പാറു എണീറ്റച്ചാ. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ നീ. മോളെ എന്ത് പറ്റി? മോക്ക് എന്താ പറ്റിയത്? അച്ഛനോട് പറ മോളെ, എന്ത് പറ്റി? അച്ഛാ അമ്മേ. അയ്യോ അമ്മയുടെ പൊന്നുമോളെ എന്തിനാ കരയുന്നേ? അമ്മയുടെ കാര്യം പറ. അമ്മേനെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ മോളെ എന്തിനാ കരയുന്നേന്ന് വെച്ചാ ഒന്ന് പറ. അതെ മോളെ, മോളെ എന്തിനാ കരയുന്നേ? അച്ഛനും അമ്മയും ചേച്ചി ഒക്കെ ഇവിടെയില്ലേ? മോക്ക് എന്താ പറ്റിയേ? മോളെ എങ്ങനെയാ ബാത്റൂമിൽ ബോധം കെട്ട് വീണേ? അച്ഛാ അമ്മേ. ഓ എടി പാറ, കിടന്ന് മോങ്ങാതെ നീ എന്തിനാ കരയുന്നേന്നൊന്ന് പറ. ഓ എത്ര നേരം ഇവളോട് ചോദിക്കുന്നത് എന്തിനാ കരയുന്നേന്ന്. അച്ഛാ ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോയതായിരുന്നേ. അപ്പൊ ബാത്ത് ടബ് കണ്ടപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല അച്ഛാ ബാത്ത് ടബ് കണ്ടേ, അതുകൊണ്ട് എനിക്ക് ബാത്ത് ടബിൽ തന്നെ കുളിക്കാൻ ആഗ്രഹം തോന്നി അച്ഛാ. ഞാൻ നല്ലോണം ഷോപ്പൊക്കെ പതപ്പിച്ച് കുളുകുളാന്നിങ്ങനെ കുളിക്കേരി. അപ്പോണ്ട് ബാത്ത് ടബിന്റെ അടിയുന്നുണ്ടല്ലോ എന്തോന്ന് തടഞ്ഞിട്ടോ. ഞാൻ പാട്ടൊക്കെ പാടി കുളിക്കേരി. അപ്പൊ തടഞ്ഞ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ കൈയിട്ട് കപ്പാന്ന് വിചാരിച്ച് ഞാനൊന്ന് പൊക്കി നോക്കി അച്ഛാ. അച്ഛാ എന്നിട്ട് എടി നീ എന്താ പൊക്കി എടുത്തേ? കപ്പല്ലായിരുന്നോ? കാര്യം പറയടി കിടന്ന് കരയാതെ. അല്ല ചേച്ചി കപ്പല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പൊക്കി എടുത്തപ്പോണ്ടല്ലോ ഒരു തല മാത്രം എന്റെ കയ്യില്. പ്രേതത്തിന്റെ തല, ചോര കൊലിച്ച് കണ്ണൊക്കെ തുറത്തി നാവൊക്കെ നീട്ടിയിട്ട് ഞാൻ പേടിച്ച് അപ്പൊ തന്നെ ബോധം കെട്ട് വീട്. പ്രേതത്തിന്റെ തല അതേ മാറോ, ചുമ്മാ പേടിപ്പിക്കല്ലേ. സത്യം പറഞ്ഞേ ആ പ്രേതം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക കൂടി ചെയ്തു. എന്റെ മോളെമോക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. പ്രേതം ഭൂതമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ല. അതെ തന്നെ, അല്ലെങ്കിൽ തന്നെ നിന്നോട് ആരോ 1 മണിക്കൂർ പോയി കുളിക്കാൻ പറഞ്ഞേ. അല്ല നിന്റെ റൂമിൽ ഉണ്ടായിരുന്നല്ലോ ബാത്റൂം, നീ പിന്നെ എന്തിനാ ബാത്റൂം ഉള്ള റൂം നോക്കി നടന്നത്? ബാത്റൂം കണ്ടപ്പോ ആഗ്രഹം തോന്നി കുളിക്കാൻ പോയതാ. ഇനി ഞാൻ കുളിക്കൂല, ഞാൻ കുളിക്കുകയല്ല. ഇത് ഇവൾക്ക് കുളിക്കാൻ മടിയായിട്ട് ഇവള് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താന്ന് എനിക്ക് തോന്നാമേ. ആ ചേച്ചിക്ക് വിശ്വാസമില്ലേ? ചേച്ചി പോയിട്ട് ആ ബാത്റൂമുള്ള ബാത്റൂമിൽ ഒന്ന് കുളിച്ചു നോക്ക്, അപ്പൊ അറിയാം. അതിന് എനിക്ക് ബാത്റൂമിൽ കുളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ബാത്റൂം കുളിക്കാതെ. അല്ലാതെ എന്തിനെ പോലെ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. മതി മതി, ഇനി ഇതിന്റെ പേര് ഇവിടെ ഒരു വഴക്ക് വേണ്ട. മോള് പെട്ടെന്ന് എന്തോ നേട് പോലെ കണ്ട് പേടിച്ചു പോയതായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നടന്നാൽ മതി കേട്ടോ. അല്ല നിങ്ങളുടെ മുത്തശ്ശിനോട് നോക്കാൻ പറഞ്ഞിട്ടാണല്ലോ ഞാനും അച്ഛനും കൂടി അപ്പുറത്ത് പോയിരുന്നത്. മുത്തശ്ശിനൊക്കെ ചിലപ്പോ പ്രേതം പിടിച്ച് തിന്നുകാണും. ഓ പിന്നെ നിങ്ങളുടെ മുത്തശ്ശിനെ തിന്നാൻ മാത്രം ധൈര്യമുള്ള പ്രേതമൊന്നും ഈ ദുനിയാവിലില്ല. മോൾ ഇറങ്ങി, നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോവാം. ഇനി പ്രേതം വരും അച്ഛാ? ഇല്ല മോളെ, അത് മോക്ക് വെറുതെ തോന്നിയതായിരിക്കും. തോന്നിയതൊന്നല്ല, സത്യമായിട്ട് ഞാൻ എന്റെ 2 കണ്ണോട്ട് കണ്ടതാ. ഇങ്ങനെ ഒരു പേടിച്ച് തൂറി. ആ എന്നെ ചേച്ചി പേടിച്ച് തൂറിന്ന് വിളിച്ചോ. ചേച്ചീനെ പ്രേതം പിടിക്കാൻ വരുമ്പേ ഞാൻ പേടിച്ച് തൂറിന്ന് വിളിച്ചോളുന്നുണ്ട്. അപ്പൊ പിന്നെ ഒന്ന് പോടി അവിടുന്ന്. മതി മതി, രണ്ടും കൂടെ അടി കൂടാതെ ഇറങ്ങി വന്നേ. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ടെ ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളതെന്നൊക്കെ നോക്കാം. നമ്മൾ അതിനല്ലേ വന്നത്, അല്ലാതെ ഇവിടെ റൂമിൽ തന്നെ കൂടിയിരിക്കാനാണോ? അച്ഛമ്മേനെ ആദ്യം പോയി നോക്ക്. ആ വരെ ചേച്ചി, മാങ്ങ എടുക്കട്ടെ. അമ്മ എനിക്ക് പച്ചമാങ്ങ തിന്നണം. പിന്നെ പച്ചമാങ്ങ തിന്ന നീ എന്താ ഗർഭിണിയാ? എടി പ്രിയ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതെന്ന്. കൊയ് കൊയ്, ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. എടാ നിന്റെ ഭാര്യയാണല്ലോ മാങ്ങ മുഴുവൻ വാങ്ങിക്കൂട്ടുന്നാണല്ലോ തോന്നേ. ഇതുപോലെ പച്ചമാങ്ങ തിന്നാൻ പൂതി വെച്ച് പോകാൻ ഓളെന്താ ഗർഭിണി എങ്ങനെയാ? ചേച്ചി 2 കിലോ മാങ്ങ എടുക്കട്ടെ. 2 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. അച്ചാറിടാൻ പറ്റിയ നല്ല അടിപൊളി മാങ്ങയാ. വാങ്ങിക്കമ്മേ. ആ ശരി ശരി, 2 കിലോനൊന്നും വേണ്ട, 1 കിലോ മതി. ചേച്ചി 1 കിലോന് 75 രൂപയാ, പക്ഷെ 2 കിലോന് എടുത്താലേ 100 രൂപയ്ക്ക് തരാം. അമ്മേ വാങ്ങിക്കമ്മേ, എനിക്ക് കുറച്ച് കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ പച്ചമാങ്ങ. പ്ലീസ് അമ്മേ, ഉപ്പ് കൂടി കഴിക്കാനാ. മാങ്ങ വാങ്ങി അച്ചാറിടാലോ അമ്മേ, അതായിരിക്കും സുലു അവിടുന്ന് വാങ്ങാൻ നോക്കുന്നേ. ആ എന്നാ പിന്നെ 100 രൂപയ്ക്ക് തന്നെ എടുത്തോ. നീ നല്ലത് നോക്കി ഇടണം കേട്ടോ. ശരി ചേച്ചി. എന്താണ് പറയുന്നത്? എന്റെ മുഖം വീർത്തിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മയ്ക്ക് എപ്പോഴും എന്റെ പബ്ലിക്കായിട്ട് ചീത്ത പറയുന്നതല്ലേ രസം. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ വായിൽ വലിയ വർത്താനം ഒന്നും പറയണ്ടാന്നത്. എന്റെ അമ്മമ്മേന്റെ വർത്താനം കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. തച്ച് മുട്ടുകാലി ഞാൻ പൊട്ടിക്കും. ചേച്ചിക്ക് അച്ഛമ്മേന്റെ അതേ സ്വഭാവം അമ്മേ. അമ്മേനെ അമ്മമ്മേന്റെതല്ലേ പറഞ്ഞത്? ഓ അതെന്റെ നാവൊന്ന് സ്ലിപ്പായതാ. എടി സുലു എന്താ നടക്കുന്നേ? വാങ്ങിയോ നീ? ആ ഏട്ടാ 2 കിലോന് 100 രൂപയുള്ളൂ. നല്ല മാങ്ങിയാ, അച്ചാറിടാലോ. ഓ പിന്നെ അച്ചാറിടുന്ന ഒരാള് എപ്പോഴും മാർക്കറ്റിൽ പോയിട്ട് ആ ബോട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അവള് വാങ്ങി കൊണ്ടുവരില്ലേ. എന്ത് സാധനം അവിടെ വാങ്ങി വെച്ചാലും കേടുവരുത്തി ഇട്ടാളെന്നല്ലാതെ ഇന്ന് വരെ ഇവള് അച്ചാറിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓ എന്നിട്ട് ഇപ്പൊ പുതിയതായിട്ടൊരു മാങ്ങച്ചാറ്. അമ്മയ്ക്ക് ഇതുണ്ടാമേ. സുലു എന്ത് ചെയ്താലും അമ്മ എന്തിനാ അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നേ? നീ എന്തിനാണ് ഓളെ വക്കാലത്തുകൊണ്ട് എന്റെ അടുത്ത് വരുന്നേ? നോക്കേ, ഈ ആദ്യം അമ്മേനെ കണ്ടത്. ഞാനാ എന്നെ പ്രസവിച്ചേ 10 മാസം വയറ്റിൽ കൊണ്ടു നടന്നിങ്ങട്ടെ, അല്ലാതെ ഓളല്ല. ഓ ഓൻ ഇന്നലെ കണ്ട ഒരു ഭാര്യനെ കിട്ടിയപ്പോ അമ്മേനെ കുറ്റം പറയുന്നു. ഓ ഈ അമ്മേന്റെ ഒരു കാര്യം. എന്താ മനുഷ്യാർന്ന് പിറുപിറുക്കുന്നേ? അല്ല ഒന്നുമില്ല സുലു, മാങ്ങച്ചാറ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞായിരുന്നു. അതെ അതെ, ഇങ്ങനെ ഒരു ഭാര്യനെ കോന്തേ. എന്താ ചേച്ചി മാങ്ങ? ഇത് 2 കിലോ ഉണ്ടോ? വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഉണ്ട് ചേച്ചി, 2 കിലോ കൂടുതലുണ്ട്. ശരി ശരി. ഈ പൈസ ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേ. അങ്ങോട്ട് നടക്കും പിള്ളേരെ. 100 രൂപയല്ലേ?
അതെ 100. മാങ്ങ വേണോ? മാങ്ങ, നല്ല മുഴുത്ത മാങ്ങ, പച്ചമാങ്ങ, അച്ചാർ മാങ്ങ. എന്തോരം പച്ചക്കറികളാ ഇവിടെ ഉള്ളത്. കുറെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോവാ. ഇത്ര കാലമായി നല്ല സാമ്പാറൊക്കെ കൂട്ടിയിട്ട്. ഇന്ന് സാമ്പാറും ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ. അമ്മ ഇവിടെ നിൽക്കാണോ? വരുന്നില്ലേ? എടാ മോനെ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കടാ. എത്ര കാലമായിന്നറിയോ ഒരു നല്ല സദ്യ കഴിച്ചിട്ട്. ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ തന്നെ ആക്കാം. അതിനമ്മേ നമ്മളിവിടെ ടൂർ വന്നതല്ലേ, ഇവിടെ നമ്മളൊന്നല്ലല്ലോ ഭക്ഷണം പാചകം ചെയ്യുന്നേ. അതിനെന്താടാ ടൂർ വന്ന സദ്യ ഉണ്ടാക്കാൻ പാടില്ലാന്നുണ്ടോ? നമ്മൾ താമസിക്കുന്നിടത്ത് കിച്ചനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എന്താ നിന്റെ പെണ്ണുപിള്ളക്ക് ഇതൊക്കെ ഉണ്ടാക്കാനും അറിയില്ലേ? പിന്നെ എന്താ അവക്കൊന്നും ഉണ്ടാക്കിയാലേ? അയ്യോ അമ്മേ, നമ്മളിവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്ന സമയത്ത് ഈ സദ്യയൊക്കെ ഉണ്ടാക്കിയ സമയം കളഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ അമ്മ ഇങ്ങോട്ട് പുറപ്പെട്ടെ? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയ പോരെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കിപ്പോ എന്തായാലും സദ്യ കഴിച്ചേ പറ്റൂ. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് വല്ല ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു സദ്യ ഓർഡർ ചെയ്ത് കഴിക്കാമേ. അയ്യടാ, അങ്ങനെ വല്ലവരും വെച്ചുണ്ടാക്കുന്ന സദ്യ ഒന്നേ എനിക്ക് വേണ്ട. പിന്നെ എന്തിനാടാ നിന്നെ ഞാൻ ക്യാഷ് കൊടുത്ത് പഠിപ്പിച്ച് കല്യാണം കഴിച്ച ഒരു മരുമകളെ വീട്ടിൽ കൊണ്ടുവന്നത്? അമ്മായിമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ അവക്ക് പറ്റത്തില്ലേടാ. സാധനങ്ങൾ കണ്ടില്ലേ ഇവിടെ നിരന്ന് കിടക്കുന്നേ? എന്തൊരു ഫ്രഷ് ആയ പച്ചക്കറികളാ. നീയേ സാധനങ്ങളൊക്കെ വാങ്ങിക്കി, എന്നിട്ടേ നിന്റെ പെണ്ണുപിള്ളയോടെ ഒന്ന് ഉണ്ടാക്കാൻ പറയും. ഈ അമ്മയുടെ ഒരു കാര്യം. എന്തോ നാളെ അവിടുന്ന് പെറുപെറുക്കുന്നേ? ഇങ്ങോട്ട് കയറി വന്ന് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്തിട്. സാറേ നല്ല ഫ്രഷ് പച്ചക്കറികളാ, സാറ് കയറി വാ. സുലു ഇന്ന് എന്നെ കൊന്നത് തന്നെ. ഈ അമ്മയുടെ ഒരു കാര്യം. എടാ നിന്നോടല്ലേടാ പറഞ്ഞത് ഇങ്ങോട്ട് കയറി വന്ന് ഈ പച്ചക്കറിയൊക്കെ ഇന്ന് എടുത്തിടാനേ. ഇങ്ങനെ ഒരു വാഴയാണല്ലോ ഞാൻ പ്രസവിച്ചത്. ഇത്രയും ഫ്രഷായ പച്ചക്കറികളെ ഈ ഊട്ടിയിൽ എവിടെയും കിട്ടത്തില്ല സാറേ. എടാ ഇങ്ങോട്ട് കയറാൻ നിന്നോട്. വരും അമ്മേ, അമ്മ ബഹളം വെക്കാതെ. അമ്മേ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എന്താണോ നിനക്ക് ഇത്രയും ആലോചിക്കാനുള്ളത്? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ഏട്ടാ എന്താ ഇവിടുന്ന് എന്താ വാങ്ങിക്കാനല്ലേ? അത് പിന്നെ സുലു, നല്ല പച്ചക്കറികളാ, നല്ല ഫ്രഷ്. നമുക്ക് കുറച്ച് വാങ്ങിച്ചാലേ നമുക്ക് ഒരു ചെറിയ സദ്യ ഒക്കെ ഉണ്ടാക്കാലോ. അയ്യോ ഏട്ടാ, അതിന് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഇതൊക്കെ ചീത്തയായി പോവില്ലേ? മാത്രമല്ല നമുക്ക് ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയാ? അല്ല സുലു, നമുക്ക് ഇവിടുന്ന് ഒരു സദ്യ ഉണ്ടാക്കിയാലോ? ഇവിടുന്ന് സദ്യ ഉണ്ടാക്കാനോ? പിന്നെ സദ്യ ഉണ്ടാക്കാനാണല്ലോ വണ്ടി വിളിച്ച് ഊട്ടി വരെ വന്നത്. എന്നാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? അല്ല സുലു, അത് പിന്നെ അമ്മയ്ക്കൊരു ആഗ്രഹം സദ്യ കഴിക്കണമെന്ന്. എടാ നോക്കി നിൽക്കാതെ നല്ല നല്ല പച്ചക്കറി നോക്കി എടുത്ത് വെക്ക്. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ സദ്യയോ സാമ്പാറോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാനേ നാട്ടിൽ പിടിപ്പത് പണി എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് 2 ദിവസം നിൽക്കാന്ന് വിചാരിച്ചാലേ ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കാൻ എന്നെ ഒന്നും വിളിച്ചേക്കണ്ട. എന്നെ കണ്ട ആരും പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ട. അല്ല സുലു, നമുക്ക് എല്ലാവർക്കും കൂടെ എല്ലാരും ഹെൽപ്പ് ചെയ്യും. ആരുണ്ടാക്കിയാലും വേണ്ടിയില്ല, എനിക്ക് ആരെയും ഹെൽപ്പ് വേണ്ട. പിന്നെ എനിക്ക് നിങ്ങളുടെ സദ്യയും വേണ്ട. ആരാന്ന് വെച്ചാൽ ഉണ്ടാക്കിയ കഴിക്കുക എന്ത് വേണേ ചെയ്തോ. മനുഷ്യ, ഞാൻ അല്ലെങ്കിൽ തന്നെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ മനുഷ്യ, നിങ്ങളുടെ അമ്മേനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കണ്ടാന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? അവര് കൂടെ പോകുന്നതേ ഇതിനൊക്കെ തന്നെയാ. എന്നെ ഒരു 2 ദിവസം സമാധാനമായിട്ട് ഇരിക്കാൻ അവര് സമ്മതിക്കില്ല. അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കോണം. വീട്ടിൽ നിന്നുള്ള പണിയൊന്നും എടുക്കാത്തതിന് പോരാഞ്ഞിട്ട് ഇനി ഊട്ടിയിൽ വന്ന് ഞാൻ ഒരു സദ്യ ഉണ്ടാക്കുന്നത്. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം നിങ്ങൾ. സുലു, എന്താടാ നിന്റെ പെണ്ണുമ്പിളയുടെ മുഖം മത്തങ്ങ കണക്ക് വീർത്തിരിക്കുന്നത്? എന്റെ കാതിന് കുറച്ച് കേൾവി കുറവുണ്ടെന്ന് കരുതിയിട്ടേ രണ്ടുപേരും കൂടി കണകണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ലാന്ന് വിചാരിക്കണ്ട. എന്നാണ് അവള് പിറുപിടുത്തോട്ട് പോകുന്നത്? അത് പിന്നെ അമ്മേ, സുലുവിനെ തലവേദനയാണെന്ന്. അതുകൊണ്ട് സദ്യ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാന്നാ പറയുന്നേ. പിന്നെ അവളുടെ ഇഷ്ടം നോക്കിയാണല്ലോ ഞാൻ ഇവിടെ സദ്യ കഴിക്കണോ വേണ്ടി ഒന്ന് തീരുമാനിക്കുന്നത്. എടാ ഇത് തന്നെയാ നിന്റെ പെണ്ണുമ്പിള്ളയുടെ സ്വഭാവം. നീയല്ലേ അവളെ അങ്ങ് തലയിൽ കയറ്റി വെക്കുന്നേ. ഇപ്പൊ മനസ്സിലായില്ലേടാ? പെറ്റ അമ്മയ്ക്ക് ഒരു സദ്യ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും സമ്മതിക്കാത്ത ഒരു ഭാര്യ. ഏട്ടാ കുറെ നാളായില്ലേ ഞാനൊരു സാരി വേണമെന്ന് പറയുന്നത്. എന്ന് എനിക്ക് 2-3 സാരി എങ്കിലും എടുത്ത് താ. എനിക്കാണെങ്കിലേ എന്റെ ചെറിയച്ഛന്റെ മോളുടെ കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അതിനു വേണ്ടി ഡ്രസ്സ് എല്ലാം എടുത്തു. നമ്മളന്ന് വിളിച്ചപ്പോ ഏട്ടന് ഒഴിവില്ലാത്തത് കാരണം എനിക്ക് പോകാൻ പറ്റാതിരുന്നേ. മറ്റേ എനിക്ക് കൂടി ഒരു ഡ്രസ്സ് കിട്ടിയേനെ. ഇതിപ്പം തലേന്നും പെണ്ണിന്റെ വീട്ടിലേക്ക് പോലും എല്ലാം കൂടി ആയിട്ട് 2-3 ഡ്രസ്സ് എങ്കിലും വേണം ഏട്ടാ. എന്തായാലും എനിക്ക് ഇന്ന് വാങ്ങിച്ചു തന്നേ പറ്റൂ. നീ എടുത്തോ, പക്ഷെ 2-3 എണ്ണൊന്നും എടുക്കണ്ട സുലു, ഒരു സാരി പോരെ. എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം പുതിയ സാരിയാണ് ഓരോ ആഴ്ച കൊടുക്കുന്നത്. അതൊന്നും ഞാൻ വാങ്ങിച്ചിരുന്നത് നിങ്ങളോട് പറയാറില്ലല്ലോ. വല്ലപ്പോഴും എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കല്യാണം നടക്കുമ്പോഴേ ഞാനൊരു സാരി വേണമെന്ന് പറയുന്നത്. അതിന് പോലും നിങ്ങൾ കണക്ക് പറയാ. എത്ര വരെ പഠിച്ചതാ ഞാൻ? MA വരെ പഠിച്ച ഞാൻ സാരി വാങ്ങിയ ഒരു പൈസക്ക് വേണ്ടി ഭർത്താവിന്റെ മുന്നിൽ കൈ നീട്ടണം. എന്ത് ചെയ്യാനോ? എനിക്ക് അന്നേ ജോലിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്താ ഭാര്യ ജോലിക്ക് പോകുന്നത്? നിങ്ങൾക്ക് അഭിമാനക്കുറവ്. എന്റെ അത്ര പോലും പഠിക്കാത്ത എന്റെ കുടുംബത്തിലുള്ള എന്റെ കസിൻസുകളെല്ലാം ജോലിക്ക് പോയിട്ടേ അവര് തരം ഡ്രസ്സൊക്കെ വാങ്ങിയിടുക. നിങ്ങളുടെ വാക്കും കേട്ട് ഞാൻ ജോലിക്ക് പോകാത്തോണ്ടാ എനിക്ക് ഈ ഗതികേട് വന്നത്. അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ സുലു, നിനക്ക് എത്ര സാരി വേണമെങ്കിലും എടുത്തോ. 2, 3, 4 എത്ര വേണമെങ്കിലും എടുത്തോ. അല്ലല്ലോ എനിക്കറിയാം ഏട്ടൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. എന്നാ പിന്നെ ഞാൻ പോയിക്കട്ടെ, കുറച്ച് നല്ല സാരി എന്നെ നോക്കട്ടെ. കല്യാണത്തിനൊക്കെ ഇങ്ങനെ പളപളാന്ന് തിളങ്ങണം ഞാൻ. ഈശ്വര, ഇവളെന്നെ കുത്തുപാള എടുപ്പിക്കുന്ന തോന്നുന്നു. മോനെ ഈശ്വര, അമ്മയോ? അമ്മയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്താ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെന്താടാ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് ഞാൻ ബോർഡ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അല്ല, അമ്മേനെയും കുട്ടികളെയും റൂമിലാക്കിയിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്.
ആ കുട്ടികൾ രണ്ടാളും നല്ല ഉറക്കത്തിലാ. നിങ്ങൾ രണ്ടാളും കൂടി പാത്തും പതുങ്ങിയും വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവളെ നിന്നെ കൈമണി അടിച്ചിട്ടേ വല്ല ഡ്രസ്സ് വാങ്ങിക്കാനായിരിക്കും പുറപ്പെട്ടത്. അതാ ഞാനും പിറകെ വെച്ച് അടിച്ചത്. അങ്ങനെ നിന്റെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്നുള്ള പൂതി നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. അവള് 2 എടുത്താലേ ഞാൻ 4 എടുക്കും. അവൾ 1000 എടുത്താലേ ഞാൻ 5000 എടുക്കും. അങ്ങോട്ട് മാറി നിക്കട ചെക്ക. എന്റെ ഈശ്വര, ആധാരം പണയം വെക്കേണ്ടി വരുമോ?